യെരമ്യാ പ്രവാചകൻ. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ ആരാധിക്കുക പതിവായി. അവർ ഒട്ടേറെ തിന്മകൾ ചെയ്തു കൂട്ടി. അക്കാലത്താണ് ദൈവത്തിന്റെ പ്രവാചക ദൗത്യവുമായി ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്. ആഹാബായിരുന്നു അന്ന് ഇസ്രായേലിന്റെ രാജാവ്. അയാൾ ബാൽദേവന്റെ ആരാധകനായിരുന്നു. രാജാവിന്റെ കണ്ണിൽപ്പെടാതെ ഒളിവിലായിരുന്നു ഏലിയ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം രാജസന്നിധിയിലെത്തി. ഇസ്രായേലിന്റെ കഷ്ടതയ്ക്ക് കാരണം കർത്താവിന്റെ കൽപ്പനകൾ ലംഘിച്ച് ബാൽദേവന്മാരെ പൂജിക്കുന്നതാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിക്കുമെന്ന് ഏലിയ വെല്ലുവിളിച്ചു. വ്യാജ പ്രവാചകന്മാരെ തോൽപ്പിക്കുന്നു. ബാൽദേവന്റെ പ്രവാചകന്മാരും ഏലിയ പ്രവാചകനും ഇസ്രായേൽ ജനത്തോടൊപ്പം കാർമൽ മലയിലെത്തി. അവർ 2 കാളകളെയും അവിടെ കൊണ്ടുവന്നു. ഒന്ന് ബാലിന്റെ പ്രവാചകന്മാർക്കും ഒന്ന് ഏലിയായ്ക്കും. ഇരുവരും ബലിപീഠങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ കാളകളെ കഷ്ണങ്ങളാക്കി വിറക് നിരത്തി അതിനു മുകളിൽ വെച്ചു. ആരും തീ കൊളുത്താൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ബലിവസ്തുക്കൾ മേൽ അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. ബാലിന്റെ പ്രവാചകന്മാർ പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ വിളിച്ചപേക്ഷിച്ചു. ഒരു പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ ഏലിയ ആകട്ടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തു ദഹിപ്പിച്ചു. ജനം സാഷ്ടാംഗം വീണു. കർത്താവ് തന്നെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞു. അവർ ബാലിന്റെ പ്രവാചകന്മാരെ സംഹരിച്ചു. ഇസ്രായേലിൽ അക്കാലത്തുണ്ടായിരുന്ന കോടിയ വളർച്ചയ്ക്ക് ഈ സംഭവത്തോടെ അന്ത്യമായി. നാടെങ്ങും സമൃദ്ധമായി മഴ ലഭിച്ചു. ഹിസ്കിയ രാജാവിന്റെ കഥ. ഇസ്രായേലിൽ നീതിനിഷ്ഠയോടെ ഭരിച്ച രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഹിസ്കിയ. 25-ാം വയസ്സിൽ രാജാവായ അദ്ദേഹം 21 വർഷം ജെറുസലേമിനെ ഭരിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദ രാജാക്കന്മാരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. ഹിസ്കിയായുടെ കാലത്ത് അസീറിയ രാജാവായിരുന്നു സെന്നാക്കരിബ് യൂദയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. അവൻ ജെറുസലേമിനെതിരെ പാളയമടിച്ചു. എന്നാൽ കർത്താവ് ഹിസ്കിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ ശത്രുക്കളുടെ പാളയത്തിലെത്തി സെന്നാക്കരിബിന്റെ യോദ്ധാക്കളെല്ലാം നശിപ്പിച്ചു. പരാജിതനായ സെന്നാക്കരിബ് നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ തിരികെ എത്തിയപ്പോൾ സഹപുത്രന്മാരിൽ ചിലർ തന്നെ അവനെ വാളിനിരയാക്കി. രോഗശാന്തി നിഴലടയാളോ. ഹിസ്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. മരണമടുത്തെന്ന് ഏശയ്യാ പ്രവാചകൻ അദ്ദേഹത്തെ അറിയിച്ചു. രാജാവ് കർത്താവിനെ വിളിച്ചു കരഞ്ഞു. അവിടുന്ന് അവന്റെ നിലവിളി കേട്ടു. കർത്താവിന്റെ അരുൾപ്പാടുണ്ടായ ഏശയ്യാ രാജാവിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി. രോഗസൗഖ്യം നേടി 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകുമെന്നും നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടിയിരിക്കുമെന്നും ഹിസ്കിയ അറിയിച്ചു. ഹിസ്കിയ ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3-ാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്താണ് അടയാളം? ഏശയ്യാ പറഞ്ഞു, കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ്. നിഴൽ 10 അടി മുന്നോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു. പിറകോട്ട് പോട്ടെ എന്നായിരുന്നു ഹിസ്കിയയുടെ മറുപടി. ഏശയ്യാ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാബിന്റെ സൂര്യഘടകത്തിൽ നിഴലിനെ 10 അടി പിന്നിലേക്ക് മാറ്റി.